ട്രേഡേഴ്സ് വെൽക്കം. സെബിയുടെ പുതിയ റൂൾസ് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂൾസ് ഏത് സമയത്തും വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ വന്നില്ല. ബട്ട് വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് ആസ് എ ട്രേഡർ സ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി സെബി എന്താണ് പുതിയ റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം, ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻസ് ഇതുമായിട്ട് വെച്ച് പോകുന്ന കണ്ടു. ആൾക്കാർ അവർക്ക് തോന്നുന്ന രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അവരുടെ സെബിയുടെ PDF സർക്കുലറിൻ്റെ PDF വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് പറയാം എന്തൊക്കെയാണ് പുതിയ റൂൾസ് എന്നുള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് അപ്ഫ്രണ്ട് കളക്ഷൻ ഓഫ് ഓപ്ഷൻ പ്രീമിയം ആണ്. പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഓപ്ഷൻ പ്രീമിയം ഇത് കാരണം ഒരുപാട് കൂടും, അത് റോങ് ഇൻഫർമേഷനാണ്. ആക്ച്വലി ഓപ്ഷൻ പ്രീമിയം നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത്, സാധാരണ കൊടുക്കുന്നുണ്ടായിരുന്നത്, അതേ ലെവലിൽ തന്നെയാണ് ഇനിയും കൊടുക്കേണ്ടി വരിക. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ആസ് പെർ ദ റൂൾ, ഇത് നമുക്ക് പല ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ്. ആസ് പെർ ദ റൂൾ ഫുൾ ഓപ്ഷൻ പ്രീമിയം വാങ്ങാതെ പോലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ചില ബ്രോക്കേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഫുൾ ഓപ്ഷൻ പ്രീമിയം വാങ്ങണം എന്നില്ല എന്നുള്ളത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു 25 ലോട്ടെന്ന് നമുക്കറിയാം. അപ്പോൾ 100 രൂപയുടെ ഒരു ഓപ്ഷൻ ഒരു ലോട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് 2500 രൂപ വേണമായിരുന്നു. അതാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യം. കാരണം ഓൾമോസ്റ്റ് എല്ലാ പോപ്പുലറായിട്ടുള്ള ബ്രോക്കേഴ്സൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ 2500 വേണ്ട, 1000 കൊടുത്താൽ പോലും ആ സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആക്ച്വലി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതാണ് അപ്ഫ്രണ്ട് കളക്ഷനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ നോർമൽ ഓപ്ഷൻ പ്രീമിയത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നോർമലി എത്രയാണോ ലോട്ട് സൈസ് ഇൻറ്റു ഓപ്ഷൻ പ്രീമിയം, അത് തന്നെ ആയിരിക്കും ഓപ്ഷൻ്റെ പ്രീമിയം. പക്ഷേ ഓപ്ഷൻ പ്രീമിയം ഡെഫിനറ്റ് ആയിട്ട് കൂടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺട്രാക്ട് സൈസ് കൂടുന്നുണ്ട്. അത് നമുക്ക് എൻ്റെ നെക്സ്റ്റിൽ പറയാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റിമൂവൽ ഓഫ് കലണ്ടർ സ്പ്രെഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഈ കലണ്ടർ സ്പ്രെഡ് ട്രീറ്റ്മെൻറ്റ് എല്ലാ സമയത്തും ഉണ്ടാവും, പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന ബെനിഫിറ്റ്, നമ്മൾ നോർമലി കലണ്ടർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, നല്ലൊരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജിയാണ്. ഇൻഫാക്റ്റ് ആ സമയത്ത് നമുക്ക് കലണ്ടർ സ്പ്രെഡിൽ പോലും നമുക്കൊരു ലെവറേജ്, അതായത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പം കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും അല്ലെങ്കിൽ കറണ്ട് എക്സ്പയറി നെക്സ്റ്റ് എക്സ്പയറി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലെവറേജ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലി എക്സ്പയറി ഡേയിൽ ഈ കലണ്ടർ സ്പ്രെഡിൻ്റെ മാർജിൻ ബെനിഫിറ്റാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. ബട്ട് അത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട കാര്യമില്ല. അധികം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരായിരിക്കില്ല. ഈ കലണ്ടർ സ്പ്രെഡിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം കറണ്ട് മന്തും പ്രീവിയസ് മന്തും ഒക്കെ വെച്ചിട്ട് അവർ വളരെ പ്ലാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ സെബിയുടെ സർക്കുലറിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഇൻട്രാഡേ മോണിറ്ററിംഗ് ഓഫ് പൊസിഷൻ ലിമിറ്റ്സ്. ഒരുപാട് മിസ്ഇൻഫർമേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇതിവിടെ സെബി അത് എക്സാക്ട്ലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നത് നമ്മളുടെ ഒരു ഫ്രീസ് ലിമിറ്റ് ഉണ്ടല്ലോ, അതായത് ക്വാണ്ടിറ്റി ഫ്രീസ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 1800 ആണ്, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 900 ആണ്. അങ്ങനത്തെ ഒരു സംഭവം മാർക്കറ്റിലുണ്ട്. അത് പക്ഷേ ഓർഡർ, അതായത് ഒരു പെർ ഓർഡറിൻ്റെ മാക്സിമം ലിമിറ്റാണ് ഈ പറയുന്ന ഫ്രീസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഡറിൽ നമുക്ക് ഈ 1800 കൂടുതൽ നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ പൊസിഷൻ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 1800 കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പല സ്ഥലത്ത് ഇൻഫർമേഷൻ കണ്ടത്. അതെനിക്കൊരു സംശയമുണ്ട്, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് പെർ ഓർഡറിൻ്റെ ഒരു സംഭവം മാത്രമാണ് ഈ ഫ്രീസ് ക്വാണ്ടിറ്റി. April 1 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ സമയമാകുമ്പോഴേക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രാക്ട് സൈസ് ഫോർ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ്. ആക്ച്വലി ഒരു തരത്തിൽ നോക്കിയാൽ ഇതിൽ ഞാൻ പാർഷ്യലി താങ്ക്ഫുൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, ഈ ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിന് പകരം ഹോൾ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ഇവർ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നോർമൽ സ്റ്റോക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ആവുമോ എന്നുള്ളത്. ലക്കിലി അത് സംഭവിച്ചിട്ടില്ല. അത് നമുക്കറിയാം, ഈ മാക്സിമം നമ്മളുടെ FNO വോളിയം എന്ന് പറയുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഡെക്സ് ഡെറിവേറ്റീവ് വോളിയം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സ്പെഷ്യലി ഓപ്ഷൻസ്, ഈവൻ ഫ്യൂച്ചേഴ്സ് പോലും അല്ല. ഏതായാലും ഇൻഡെക്സിൻ്റെ ഡെറിവേറ്റീവ് വളരെ ക്ലിയർ ആയിട്ട് സെബി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 5 മുതൽ 10 ലക്ഷം രൂപ വരെയായിരുന്നു കോൺട്രാക്റ്റ് നമ്മളുടെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഓൾമോസ്റ്റ് 3 times ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 15 to 20 lakh എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്നത്തെ നിഫ്റ്റിയുടെ വാല്യൂ 25,000 ആണ് എങ്കിൽ ഇൻറ്റു ഇപ്പോഴത്തെ ലോട്ട് എന്ന് പറയുന്നത് 25. അപ്പോൾ 25,000 ഇൻറ്റു 25 എന്ന് പറയുന്നത് അറൗണ്ട് 6 lakh സംതിങ് ആണല്ലേ. അപ്പോൾ ആ 6 lakh സംതിങ് ആണ് നിഫ്റ്റിയുടെ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ. അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് നിഫ്റ്റി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 6-6.25 ലക്ഷം രൂപ കൊടുത്താലാണ് ഒരു ലോട്ട് നിഫ്റ്റി കിട്ടുക, 25ൻ്റെ ഒരു ലോട്ട് നിഫ്റ്റി കിട്ടുക. പക്ഷേ നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന എത്രയാണ്,
വെറും 1,00,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 6 ടൈംസ് നമുക്ക് ലെവറേജ് കിട്ടുന്നുണ്ട്. അത് എല്ലാ ഡെറിവേറ്റീവ് പ്രൊഡക്ട്സിൻ്റെയും ഒരു സ്റ്റൈലാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. 5 മുതൽ 10 ലക്ഷം വരെ എന്നുള്ളത് 15 മുതൽ 20 ലക്ഷം എന്ന് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലോട്ട് സൈസ് ആക്ച്വലി ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ 25 ഉള്ളത് ഒരു 90% ഓഫ് ദ ചാൻസ് അതൊരു 75 അല്ലെങ്കിൽ 70 ആ റേഞ്ചിലേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിഫ്റ്റിയുടെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിഫ്റ്റി 75 ആണ് നിഫ്റ്റിയുടെ ലോട്ട് എങ്കിൽ 75 ഇൻറ്റു 25,000 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ കറണ്ട് പ്രൈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 18 ലാക്സ് കിട്ടും. അപ്പോൾ 18 ലാക്സിന് നമുക്കൊരു 6 ടൈംസാണ് ലെവറേജ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ലക്ഷം രൂപ മാർജിനായിട്ട് വേണം. അതായത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 ലക്ഷം അല്ലെങ്കിൽ 1,10,000 1,20,000 ഈ റേഞ്ചിലൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ പെർ ലോട്ട് നമുക്ക് മാർജിൻ വേണ്ടി വരാറുള്ളത് അല്ലേ. അത് എക്സാക്റ്റ് അല്ല, ഞാൻ ആ ഒരു റേഞ്ച് പറഞ്ഞതാണ്. അപ്പോൾ ആ റേഞ്ച് നേരെ ട്രിപ്പിൾ ആവുകയാണ്. അതായത് ഇനി എങ്ങനെ നോക്കിയാലും മിനിമം 3 ലക്ഷം രൂപയെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഓപ്ഷൻ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഫ്യൂച്ചേഴ്സ് ബൈ സെൽ ചെയ്യാനോ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ട് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റൈലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സപ്പോസ് ഇപ്പോൾ ഒരു 50 ലാക്ക് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. അയാളെ സംബന്ധിച്ച് നേരത്തെ നേക്കഡ് പൊസിഷനായിട്ട് 50 കോൺട്രാക്ട്സ്, 50 ഇല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് 40-45 കോൺട്രാക്ട്സ് 50 ലാക്കിൽ വാങ്ങാൻ പറ്റുമെങ്കിൽ ഇത് നേരെ 3-1 ചുരുങ്ങും. അതായത് ഒരു പെർ ലോട്ട് 3 ലാക്ക് വേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു 15 ലോട്ട് മാത്രമേ ഈ പൈസ കൊണ്ട് മേടിക്കാൻ പറ്റൂ. ഇനി നമുക്കറിയാം നമ്മളൊരു ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ ബെനിഫിറ്റ് കിട്ടും. നേരത്തെ നമ്മൾ ഹെഡ്ജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു 25,000 മുതൽ 40,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമുക്ക് പെർ ലോട്ട് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്കറിയാം. അതായത് ഒരു ലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് ഫാർ OTM ബൈ ചെയ്യും. അപ്പോൾ നമുക്ക് വലിയൊരു മാർജിൻ ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. അതും ഇതേപോലെ 3 ഇരട്ടിയാവാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് ഒരു ആവറേജ് നമുക്കൊരു കണക്കിന് വേണ്ടി എടുക്കാം. 30,000 ആണ് ഒരു നിഫ്റ്റി വിത്ത് ഹെഡ്ജ് സെല്ല് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നേരെ 90,000ലേക്ക് എത്തും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. ദാറ്റ് മീൻസ് ആൾക്കാരുടെ ബൈയിങ് പവർ ഡെഫിനറ്റ്ലി കുറയാൻ പോവുകയാണ്. അത് 1 കോടി കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളായാലും ശരി, 5 കോടി കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളായാലും ശരി. അപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയ പൊസിഷൻസ് ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു എമൗണ്ട് അവിടെ വെക്കാറുണ്ട്, റൈറ്റ്. ഇപ്പോൾ ഒരു 1 CR കൊണ്ട് റൈറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 50, 60, 70 പൊസിഷൻ എടുത്ത് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി വെക്കാറുണ്ട്. സോ അതൊക്കെ ആനുപാതികമായിട്ട് കുറയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു 90% ഓഫ് ദ ആൾക്കാരെയും ബാധിക്കാൻ പോകുന്നത്, സ്പെഷ്യലി ഓപ്ഷൻ ട്രേഡേഴ്സിനെ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ആ ഒരു സൈഡ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ബിക്കോസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. മേ ബി സെബി എന്തെങ്കിലും ഫ്യൂച്ചറിൽ കൊണ്ടുവരുമോ അറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ആസ് ഓഫ് നോ കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സെബി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സിലും, അതായത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അല്ല ആക്ച്വലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ നടക്കുന്നത് ഡെറിവേറ്റീവ്സിൽ, ഓപ്ഷൻസിലാണ്. അതുകൊണ്ട് തന്നെ സെബിയുടെ ഈ ഒരു ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള റൂൾ ഇതിങ്ങനെ തന്നെ കുറച്ച് നാളേക്ക് നിൽക്കാനാണ് ചാൻസ്. അതുപോലെ തന്നെ ഈ കോൺട്രാക്ട് സൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ ഈ നെക്സ്റ്റ് മന്ത്, അതായത് നവംബർ 20 മുതൽ അത് സ്റ്റാർട്ട് ആവുകയാണ്. സോ വി നീഡ് ടു പ്ലാൻ അക്കോർഡിംഗ്ലി എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ ബൈയിങ് പവർ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഡിഫറൻസ് വരാൻ പോകും. അത് എത്രത്തോളം ലിക്വിഡിറ്റിയെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ അറിയണം. മേ ബി ഈ ഒരു റൂൾ കൊണ്ട് ചിലപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ വോളിയം ചിലപ്പോൾ കൂടിയെന്ന് വരാം. കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ വോളിയം എന്ന് പറയുന്നത് വോളിയം നല്ല വോളിയാണ് എങ്കിലും ഇറ്റ് ഈസ് ആസ് ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ കൈൻഡ് ഓഫ് വോളിയമാണ്. ഞാൻ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പല സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വോളിയം ഉണ്ടായിരുന്നെങ്കിലെന്ന്. ചിലപ്പോൾ ഇഫ് വി ആർ ലക്കി ആ ഒരു വോളിയം ഇതിലേക്ക് ചെറിയൊരു ട്രാൻസ്ഫർ ആയിട്ട് വന്നേക്കാം. എൻ്റെ ഒരു ഗസ് മാത്രമാണ്. പിന്നെ അതുപോലെ ഈ ഓപ്ഷൻസിൽ നമുക്കറിയാം എക്സ്പയറി ഡേ, എല്ലാ ദിവസവും എക്സ്പയറി വന്നതോട് കൂടിയിട്ട് ആൾക്കാർ ഒന്നും പറയേണ്ട വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പൈസ എനിക്ക് തോന്നുന്നു ലോസ് ആയിട്ടുണ്ടാവുക നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഫിൻ നിഫ്റ്റി അല്ലെങ്കിൽ BSEയിൽ ഉണ്ടാക്കിയ പുതിയ കോൺട്രാക്ട്സിൽ അല്ലെങ്കിൽ പുതിയ എക്സ്പയറീസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ലോസ് വന്നിട്ടുള്ളത്. കാരണം എല്ലാവരും വിചാരിച്ചു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോലെ ഇത് ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളൊരു തിങ്കിങ് പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. 1 എക്സ്പയറി പെർ എക്സ്ചേഞ്ച്, ദാറ്റ് മീൻസ് NSEക്ക് ഒരു വീക്ക്ലി എക്സ്പയറി മാത്രം, അതുപോലെ BSEക്കും ഒരു വീക്ക്ലി എക്സ്പയറി മാത്രം. അപ്പോൾ NSEയെ സംബന്ധിച്ച് ഇവിടെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. 2 കോൺട്രാക്റ്റാണ് അവരുടെ മാസ്റ്റർ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ഈവൻ നിഫ്റ്റി ഇസ് ദ കിങ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ശരിക്കും ഏറ്റവും മുന്നിൽ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്, അതിൻ്റെ വോളിയം കൊണ്ടും അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ
ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ വീക്ക്ലി എക്സ്പയറിക്ക് വേണ്ടി എന്നുള്ള ഈ ഒരു സിറ്റുവേഷനിൽ NSE ഏത് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിഫ്റ്റി ചൂസ് ചെയ്യുമോ ബാങ്ക് നിഫ്റ്റി ചൂസ് ചെയ്യുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങളുടെ ഗസ് എന്താണെന്നുള്ളത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതെന്തായിരിക്കും ഇവർ ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഉള്ള കാര്യത്തിൽ. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതേ സെബിയാണ് കേട്ടോ ഈ പറയുന്ന വീക്ക്ലി എക്സ്പയറീസൊക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അപ്രൂവ് ചെയ്ത് വിട്ടത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇത്. ആ ഒരു സമയത്ത് ശരിക്കും എന്താ പറയണ്ടേ, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ 1 by 1 എക്സ്പയറി ലോഞ്ച് ചെയ്ത സമയത്ത് ഇവരാരും ഇതിനെക്കുറിച്ച് ബോധേഡായിരുന്നില്ല. ഇപ്പം സഡൻലി ഈ വോളിയവും ഈ പ്രോബ്ലംസൊക്കെ കാണുമ്പോൾ ഓക്കെ ലേറ്റ് ആണെങ്കിലും ബോധേഡായി എന്നുള്ളത് നല്ല കാര്യം തന്നെ. ബട്ട് എങ്കിലും എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റിലെ വലിയ വലിയ ഡിസിഷൻസൊക്കെ ഡയറക്റ്റ്ലി അപ്രൂവ് എങ്ങനെയാണ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇതും November 20, അതായത് നമ്മളുടെ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ November 20 തന്നെ സ്റ്റാർട്ട് ആവുകയാണ്. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ലേറ്ററാണ് വരിക. അതിൻ്റെ കൂടെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു മാർജിൻ ഇൻക്രീസ് എക്സ്പയറി ഡേറ്റ് എന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ELM 2% ആണ്. ചെറിയ ഒരു മാർജിൻ ഇൻക്രീസ് ആയിരിക്കും. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ ആയിരിക്കും, നമ്മൾ പേ ചെയ്യുന്ന മാർജിൻ്റെ ആയിരിക്കില്ല. സോ അതും ഈ പറയുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഓൺ എക്സ്പയറി ഡേയ്സ്, അത് ഈ വീക്ക്ലി എക്സ്പയറി ഡേയ്സിൽ ഏതാണോ ഇൻഡെക്സ് അവിടെ ട്രേഡ് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ അത്, അതിൻ്റെ ഒരു അഡീഷണൽ 2% ELM മാർജിൻ കൂടെ അവിടെ ഉണ്ടാവും. ഇതും ഇതിൻ്റെ പാർട്ടായിട്ട് ഇവർ ചെയ്തിട്ടുള്ളതാണ്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ള കാര്യവും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതായത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ശരിക്കും ഇതൊക്കെയാണോ സെബി ചെയ്യേണ്ടത്, അതോ CFDs അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരുപാട് മറ്റേ തേർഡ് പാർട്ടി ട്രേഡിങ്സ് ഉണ്ടല്ലോ, ഡബ്ബ ട്രേഡിങ്, CFDകൾ, ഒരുപാട് അതുപോലെയുള്ള ആപ്പുകളുണ്ടല്ലോ ആൾക്കാരെ പറ്റിക്കുന്ന ലോൺ ആപ്പുകൾ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നും വലിയ നടപടികൾ എടുക്കാതെ ഈ കാര്യങ്ങളൊക്കെയാണോ ആക്ച്വലി സെബി ചെയ്യേണ്ടത്, അതോ അങ്ങനത്തെ കാര്യങ്ങളോട് സെബി നോക്കണോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അതും കൂടി കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പറയുകയാണ്, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ചെയ്തതാണ്. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ളൊരു ടേക്ക് ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സസ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടവർ ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.